കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടോ? ഈ ക്രിസ്തുമസ് കാലത്ത് രാജ്യത്ത് പലയിടത്തും കരോളുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ, ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ, ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തിയപ്പോൾ വളരെയേറെ ദുഃഖിതരായവരാണ് നാം. എന്നാൽ ഇതേ സമയം പഞ്ചാബിൽ നടന്ന ഒരു ക്രിസ്മസ് ആഘോഷമാണിത്. ഇത് പഞ്ചാബികൾ കൂടുതൽ വിദ്യാഭ്യാസം നേടിയതുകൊണ്ടാണോ, പ്രസംഗകൻ പ്രഗത്ഭനായതുകൊണ്ടാണോ, ഇയാൾ പ്രൊട്ടസ്റ്റന്റ് ആയതുകൊണ്ടാണോ എന്നൊന്നും ഇവിടെ പ്രസക്തമല്ല. നക്ഷത്രങ്ങളും സാന്താക്ലോസും എല്ലാം ഉണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ആഘോഷം, 10,000 പങ്കെടുത്തത് സർക്കാരിനോട് സഹകരിച്ച്, സർക്കാരിന്റെ നേതൃത്വത്തിൽ. അതാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. പതിനായിരങ്ങളാണ് അവിടെ ഒത്തുചേർന്നത്. അതിൽ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന സിഖ് തലപ്പാവുകാർ ഉണ്ടായിരുന്നു, ഇതര ക്രൈസ്തവ വിഭാഗങ്ങളുണ്ടായിരുന്നു, അക്രൈസ്തവരുണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു, രാഷ്ട്രീയക്കാരും. ആരും അവരെ തടഞ്ഞില്ല. പ്രമുഖ പ്രസംഗികനായ ഡോക്ടർ അങ്കുർ നാറുലെ ഉൾപ്പെടെയുള്ളവർ, സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രാസംഗികരായി. ഇക്കഴിഞ്ഞ 29-ാം തീയതി ഗുർദാസ്പൂരിൽ നടന്ന ക്രിസ്മസ് ആഘോഷമാണിത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ക്രിസ്തീയ ആഘോഷം, ക്രിസ്തുമസ് ആഘോഷം. ഇങ്ങനെ ഇത് രാജ്യത്ത് നടക്കുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ മറ്റു ചിലർ ആശ്വാസം കണ്ടെത്തിയത് ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ മിമിക്രി കാണിച്ച്, കോപ്രായം കാണിച്ച്, ആഭാസം വിളമ്പി സ്വയം അവഹേളിതരായാണ്. ഇത്തരം പാസ്റ്റർമാരെ ചിലർ തള്ളിക്കളയുന്നതും കണ്ടു. യേശുവിന്റെ അമ്മയൊക്കെ വിശുദ്ധയാണ്, അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഞങ്ങളാ, ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കിയത് ഇവിടുത്തെ കത്തോലിക്കർ ഓർത്തഡോക്സുകാരാണ്. യേശുവിന്റെ അമ്മയെ വൃത്തികേടാക്കിയത് ഞങ്ങളാ, അവരെ വിശുദ്ധയായിട്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച്. ഈ മിമിക്രിക്കാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ ഇത്തരം പ്രകടനങ്ങൾ അക്രൈസ്തവർക്കിടയിൽ നടത്തുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? വചനപ്രഘോഷണം സഹിഷ്ണുതയുടെ പ്രതീകമാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കാനാണ് ആദ്യം ക്രൈസ്തവർ പഠിക്കേണ്ടത്. ഈശോയുടേത് സ്നേഹത്തിന്റെ ഭാഷയായിരുന്നു. സ്നേഹം സ്നേഹത്തോടെ വിളമ്പുന്നിടത്ത് സ്നേഹിതരുടെ സദസ്സുണ്ടാവും. ഒറ്റ തിരിഞ്ഞുള്ള അതിക്രമങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാനാവില്ല. ക്രിസ്തീയത ആളിപ്പടരാനേ അതുപകരിക്കൂ. ക്രിസ്തീയതയെ തള്ളിപ്പറയുന്നവർക്കിടയിൽ ക്രിസ്തീയ ആഘോഷങ്ങളെ, ക്രിസ്തുമസിനെ ഏറ്റെടുക്കാൻ സർക്കാരുകൾ ഉണ്ടാവുന്നു എന്നത് സ്നേഹ സന്ദേശമാണ്. അതിലൊന്നാണ് പഞ്ചാബിൽ നടന്നത്. ഇതിൽ അങ്കുർ നറോലിയുടെ പ്രസംഗത്തിൽ ഉറക്കെ പറഞ്ഞത് ക്രിസ്ത്യാനികളെ ആക്ഷേപിച്ചിരുന്ന ഹൈന്ദവ വിശ്വാസിയായ താൻ എങ്ങനെ ക്രിസ്ത്യാനിയായി എന്നതാണ്. നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ചാണ്. ദൈവം ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനം അംഗീകരിക്കുന്നില്ല എന്നാണ്. രാജ്യത്ത് പലയിടത്തും നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിയമങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ. മതപരിവർത്തനം ലക്ഷ്യമല്ലാത്ത മിഷനിൽ പ്രവർത്തിക്കുന്ന കത്തോലിക്ക വൈദികരും സന്യസ്തരും പോലും ഈ കാരണം ആരോപിച്ച് ആക്രമിക്കപ്പെടുന്നു. ഇതിനു കാരണം ദൈവം ആഗ്രഹിക്കാത്ത നിർബന്ധിത മതപരിവർത്തനം, തെറ്റായ പഠനങ്ങൾ, അതൊക്കെ ആരൊക്കെയോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അസഹിഷ്ണുത അതെത്രത്തോളം ഉയരത്തിൽ നമുക്കെതിരെ ആളിക്കത്തിയാലും നാം ഉയർത്തുന്നത് ഈശോയുടെ സ്നേഹമാണെങ്കിൽ ഏത് ചൂടും തണുക്കും, ഏതഗ്നിയും ആറി തണുക്കും. അതിനെ ലോകത്തെ കീഴടക്കാനാവൂ. അതാവണം പിറവിക്കാലത്തിന്റെ സന്ദേശം, ക്രിസ്തുമസിന്റെ സന്ദേശം.